ഫ്രണ്ട്സ്, ഏലാഞ്ചി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 1.5 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം ഒരു മുട്ട നന്നായിട്ട് കോഴിമുട്ട വേണം പൊട്ടിച്ചിട്ടിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനാവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ, അതായത് നമ്മൾ ദോശയ്ക്കുള്ള മാവില്ലേ ആ രീതിയിലെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ, ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാൻ വേണ്ടിയുള്ളത്. ഇനി അടുത്ത് നമ്മൾ അതിലേക്ക് തേങ്ങ ചിരണ്ടിയതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഈ മാവ് നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരെണ്ണം ചുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആവശ്യത്തിന് മാത്രം എണ്ണ ജസ്റ്റ് ഒന്ന് തളിച്ചാൽ മതി. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിടാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി, അധികം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ല. അപ്പോൾ ഇത് 2 സൈഡും മൊരിഞ്ഞ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത തേങ്ങയും പഞ്ചസാരയും കൂടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരെണ്ണം വെറുതെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാവുന്നതാണ്. അടുത്ത ഒരെണ്ണം കൂടി ഞാൻ ചുരുട്ടി കാണിച്ചു തരാം. ഇതേപോലെ തന്നെ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡ് 2 സൈഡും ഇതേപോലെ 3 സൈഡ് മടക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ താഴെ വീഴില്ല. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ള ഏലാഞ്ചി. ഇത് മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. ഇനി ട്രൈ ചെയ്യാത്തവർ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും. കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ നമ്മളുടെ സ്നാക്സ് റെസിപ്പി റെഡി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാവുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.